ഈ ഒരു ബൈക്ക് ആക്സിഡന്റ് വരുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവരുടെ മറ്റു വണ്ടിയിലേക്ക് ഇടിച്ചൊക്കെ തെറിച്ച് വീഴുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് മാറ്റാതെ വേണോ നമുക്ക് ഈ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട്, അതോ ഹെൽമെറ്റ് ഊരി മാറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും? നമ്മുടെ നാച്ചുറൽ പ്രോബ്ലം നമ്മൾ തല കിടക്കുന്ന കണ്ടാൽ നമ്മൾ ഹെൽമെറ്റ് പെട്ടെന്ന് ഊരാൻ ശ്രമിക്കാറുണ്ട്. അത് ആക്ച്വലി നല്ലൊരു അഡ്വൈസബിൾ ഇതല്ല. എന്ന് വെച്ചാൽ ഹെൽമെറ്റ് നമ്മൾ നീക്കാൻ നോക്കുമ്പോൾ തന്നെ ആക്ച്വലി നെക്ക് ഒരുപാട് മൂവി, അപ്പോൾ എഗെയിൻ നമ്മുടെ നെക്കിലെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആക്സിഡന്റിൽ ഏറ്റവും നമ്മൾ വിട്ടുപോകുന്നൊരു ഇഞ്ചുറി എന്ന് വെച്ചാൽ നട്ടലിന്റെ ഇഞ്ചുറിയാണ്. അപ്പോൾ നെക്ക് മുതൽ താഴെ വരെയുണ്ട്. പക്ഷേ ഇതിൽ സ്പൈനൽ കോഡ്, എൻ്റെ സ്പൈനൽ കോഡുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മൊബിലിറ്റി ഉള്ള ഏരിയ തലയ്ക്ക് ഇതിനിടയ്ക്കുള്ള ഭാഗമാണ്. ഇതെങ്ങനെ മൂവ് ചെയ്താലും മാക്സിമം നമ്മുടെ ഇതിന് താഴെയുള്ള എല്ലാ വശവും തളർന്നു പോകാനും ശ്വാസം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറ്റത്രയും ഈ ഒരു ഹെഡിന്റെ മൂവ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയുന്നത്. ഈ ഒരു ആക്സിഡന്റ് കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും അത് അവോയ്ഡ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കും. ആക്സിഡന്റ് ആണ്, ഇനി ഇതിന്റെ പുറകെ പുലിവാലായി നടക്കണ്ട, അപ്പോൾ കുറച്ച് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിനൊരു മെസ്സേജ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഡോക്ടർ? അത് ആക്ച്വലി ഇപ്പോൾ റീസെന്റ് എടുത്തു പറയണം. കാരണം ഇപ്പോൾ റീസെന്റ് പലതവണ നമ്മുടെ സുപ്രീം കോടതി ഉൾപ്പെടെ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിച്ചൊരിക്കലും ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് ചെയ്യേണ്ടതായിരിക്കേണ്ട ആവശ്യമില്ല. അത് വീണ്ടും ഇവിടെ റീസെന്റ് നടന്ന പല കേസുകൾ അത് പറയുന്നുണ്ട്. നമ്മൾ ഒരാളെ വ്യക്തിയെ കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രം നമ്മൾ അയാളുമായിട്ട് എന്താ പറയുക ആ കേസിൽ ഉൾപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ പലപ്പോഴും പണ്ടുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. അത് കോർട്ട് പ്രത്യേകിച്ച് നമ്മളെ ആൾക്കാരെ സേഫ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല.